കേരളത്തിലെ അതിപ്രശസ്തമായതും പരശുരാമനാൽ സ്ഥാപിതവുമായ 108 ശിവാലയങ്ങളിലൊന്നുമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. പടിഞ്ഞാറോട്ട് ദർശനമായി വാണരുളുന്ന അഘോരമൂർത്തിയാണ് ഏറ്റുമാനൂരപ്പൻ. ഏറ്റുപറയുന്ന പാപങ്ങളെല്ലാം കേൾക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ദേവനാണ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കെടാവിളക്ക് കത്തി നിൽക്കുന്ന ക്ഷേത്രവും ഏഴരപ്പൊന്നാനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളുന്ന ക്ഷേത്രവും ഇതുതന്നെ. ഭക്തരുടെ മനസ്സിൽ കുളിർമയും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു അനുഭവമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം ദർശനം നടത്തിയാൽ കിട്ടുന്നത്. അഘോരമൂർത്തിയായ ഭഗവാനാണ് ഏറ്റുമാനൂരപ്പൻ. 8 ദിക്പാലകരും ഒരേപോലെ തൊഴുന്ന ഉഗ്രമൂർത്തിയായാണ് ഏറ്റുമാനൂരപ്പനെ വിശേഷിപ്പിക്കുന്നത്. വെറും കൈയോടെ ഭഗവാനെ വന്ന് തൊഴരുതെന്നും മറിച്ച് ഒരു കൂവളത്തിലെയെങ്കിലും ഭഗവാന് സമർപ്പിക്കണം എന്നാണ് ഇവിടത്തെ വിശ്വാസം. കൊടുക്കുന്നതിന് ഇരട്ടിയായി ഭഗവാൻ തിരിച്ചു തരും എന്നത് കാലങ്ങളായി ഉറച്ചു നിൽക്കുന്ന വിശ്വാസമാണ്. ജന്മനാളിലെ ദോഷം നീങ്ങുവാനും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകാനാണ് ഭഗവാന് പറയിടൽ വഴിപാട് സമർപ്പിക്കുന്നത്. 5 പറ സമർപ്പിക്കുന്നതിന് ഐപ്പറ അല്ലെങ്കിൽ അൻപൊലി എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റുമാനൂരപ്പന്റെ വലിയ വിളക്കിലെ എണ്ണ, ധാര എന്നിവ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഐമ്പറ. നെല്ലുൾപ്പെടെ അവൽ, മലർ, ശർക്കര, പഴം തുടങ്ങിയവയാണ് ഐമ്പറയിൽ ഉൾപ്പെടുന്നത്. ആഗ്രഹ പൂർത്തീകരണത്തിനു ഭക്തർ വഴിപാടായി അൻപൊലി നടത്താറുണ്ട്. പറയിൽ നിറയ്ക്കുന്ന ഓരോ വസ്തുക്കൾക്കും ഓരോ ഫലങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് നെൽപ്പറ. കുടുംബത്തിന്റെ ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകാനാണ് നെൽപ്പറ. ശത്രുദോഷം മാറുന്നതിന് വേണ്ടിയാണ് ശർക്കര പറ നിറയ്ക്കുന്നത്. ദാരിദ്ര്യം മാറുന്നതിന് അവൽപ്പറയും രോഗശമനത്തിന് മലർപ്പറയുമാണ് സമർപ്പിക്കുന്നത്. കാർഷിക അഭിവൃദ്ധിക്ക് പഴം പറ നിറയ്ക്കാറുണ്ട്.